APJ അബ്ദുൽ കലാം ലൈബ്രറി വായന മാസാചരണം. കഥ, കവിത വായന 6-ാം ദിവസം. അവതരണം ഹൃദാൻ ശ്രീജിത്ത്, ചിന്മയ വിദ്യാലയ 7-ാം ക്ലാസ് വിദ്യാർത്ഥി. ഹൃദാൻ ശ്രീജിത്ത്, 7th സ്റ്റാൻഡേർഡ്, ചിന്മയ വിദ്യാലയ. ഒരിക്കൽ മൈക്കൽ ആഞ്ചലോ റോമാ നഗരത്തിലെ വലിയൊരു മാർബിൾ കടയുടെ മുന്നിലൂടെ നടന്നു പോകുകയായിരുന്നു. അവിടെ ഒരു മൂലയ്ക്ക് ഉപയോഗശൂന്യമായി കണക്കാക്കിയ കുറെ മാർബിൾ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് മൈക്കൽ കണ്ടു. ആ കൂട്ടത്തിൽ ഒരു വലിയ കല്ല് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചു. താൻ നോക്കി നടന്നതെന്തോ കണ്ടെത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം കടക്കാരന്റെ അടുത്ത് ചെന്ന് ആ കല്ല് ചൂണ്ടിക്കാട്ടിയിട്ട് ചോദിച്ചു, "സുഹൃത്തെ, ആ കല്ല് താങ്കൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അതെനിക്ക് തരാമോ? വില തരാം." "അതിനെന്താ, എടുത്തോളൂ, വിലയൊന്നും വേണമെന്നില്ല." ആ കച്ചവടക്കാരൻ സന്തോഷത്തോടെ അനുവാദം നൽകി. സ്ഥലം കാലിയായി കിട്ടുമല്ലോ എന്നൊരാശ്വാസമായിരുന്നു അയാൾക്ക്. എന്നാൽ വിലപ്പെട്ടതെന്തോ സ്വന്തമാക്കിയ സന്തോഷമായിരുന്നു മൈക്കൽ ആഞ്ചലോയ്ക്ക്. അന്നു തന്നെ ആ മാർബിൾ കല്ല് അദ്ദേഹം തന്റെ വീട്ടിലെത്തിച്ചു. ആ കല്ലിലേക്ക് നോക്കി നോക്കി ഇരുന്നപ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ മനസ്സിൽ ഒരു സവിശേഷ ആശയം ഉൾക്കൊള്ളുന്ന ശില്പരൂപം തെളിഞ്ഞു വന്നു. പിന്നെ ആ ശില്പരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഉളിയും ചുറ്റികയുമായി പണി തുടങ്ങി. ഊണിലും ഉറക്കത്തിലും ആ ശില്പനിർമ്മിതിയെക്കുറിച്ചുള്ള സ്വപ്നാനുഭൂതി ഒരു ലഹരി പോലെ അദ്ദേഹത്തിൽ നിറഞ്ഞു. നാളുകൾ പിന്നിട്ടപ്പോൾ ആ മാർബിൾ കല്ലിൽ നിന്ന് വിരിഞ്ഞു വന്ന വിശ്വോത്തര കലാശില്പമാണ് പിയറ്റ. അത്തരം ഒരു ശില്പം നിർമ്മിക്കാൻ പറ്റിയ മാർബിൾ കല്ലു തേടി ഏറെ നാളായി അന്വേഷിച്ചു നടക്കുകയായിരുന്നു മൈക്കൽ ആഞ്ചലോ. അപ്പോഴാണ് ആർക്കും വേണ്ടാതെയിട്ടിരുന്ന ആ കല്ല് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. ഓർക്കുക, ആർക്കും വേണ്ടാത്ത പാഴ്വസ്തുക്കളിൽ നിന്ന് മഹത്തായ പലതും രൂപപ്പെടുത്താൻ കലാസിദ്ധിയുള്ളവർക്ക് കഴിഞ്ഞെന്ന് വരും. പാഴ്വസ്തുക്കളായി ഒന്നുമില്ലെന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പാഠം.